നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാലിന്യത്തിൽ നിന്ന് കൈയിട്ട് വാരുന്ന അഴിമതിക്കാരാണ് കോർപ്പറേഷൻ ഭരിക്കുന്നതെന്ന് എം വി ജയരാജൻ. ചേലോറ ഇതിന് ഉത്തമ ഉദാഹരണം. പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയില്ല. നടക്കുന്നത് അതീവ ഗുരുതര ക്രമക്കേടെന്നും ജയരാജൻ. പാതിവില തട്ടിപ്പ് സംഘടനയില്ലാതെ കരുത്തുകാട്ടി ഇരകൾ. കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് നിരവധി വനിതകൾ. പ്രൊമോട്ടർമാർക്കെതിരെ കേസെടുക്കുന്നില്ലെന്ന് ആരോപണം. ക്ഷേമനിധി കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണം. സമരപരിപാടികളുമായി മുന്നോട്ട് എന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ. തീരുമാനം ജില്ലാ നേതൃയോഗത്തിൽ. സംസ്ഥാന ബജറ്റിലും കടുത്ത അവഗണനയെന്ന് ദിനേശ് മണി. വാർത്തകൾ വിശദമായി. അഴുക്കുചാലിൽ നിന്നും കൈയിട്ട് വാരുന്നവരായി കോർപ്പറേഷൻ ഭരിക്കുന്നവർ അധപ്പതിച്ചിരിക്കുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. കണ്ണൂർ കോർപ്പറേഷനിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ LDF-ന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയരാജൻ. ഓഡിറ്റിൽ കണ്ടെത്തിയ കോടികളുടെ അഴിമതിയെക്കുറിച്ച് സംസാരിക്കാൻ കൂട്ടാക്കാതെ വിഷയം മൂടിവയ്ക്കാനാണ് കോർപ്പറേഷൻ ഭരണകർത്താക്കൾ ശ്രമിക്കുന്നതെന്ന് ജയരാജൻ ആരോപിച്ചു. മാലിന്യത്തിലും കൈയിട്ട് വാരുന്ന അഴുക്കുചാലിൽ മാത്രം ജീവിക്കുന്ന ഭരണക്കാരാണ് കണ്ണൂർ കോർപ്പറേഷൻ ഭരണക്കാർ. സാധാരണ അഴുക്കുചാലിൽ കൈയിടില്ല. അഴിമതിയുടെ മുന്തിരിച്ചാറ് നുണയാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ പങ്കുകാരായ ആളുകൾ അഴുക്കുചാലിലൂടെ ഒരു 10 രൂപ ഒഴുകി പോകുമ്പോ ആ അഴുക്കുചാലിൽ കൈയിട്ട് ആ 10 രൂപ എടുക്കണമെങ്കിൽ വേണ്ടി വരുന്ന കൈ ശുദ്ധമാക്കാൻ വേണ്ടി വരുന്നത് അതിനേക്കാൾ വലിയ ചെലവാണെന്ന് കണക്കാക്കി വെറുതെ വിടും. ഇക്കൂട്ടർ എന്തായി? മാലിന്യത്തിൽ കൈയിട്ട് വാരുന്ന അഴിമതിക്കാരായി. അത് അത്യപൂർവമേ നമ്മുടെ നാട്ടിലുണ്ടാവും. വെള്ളോര രാജൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് N സുകന്യ, CPM സംസ്ഥാന സമിതി അംഗം N ചന്ദ്രൻ, KP സുധാകരൻ, KP പ്രശാന്തൻ, KK ജയപ്രകാശ്, CK ജമാൽ, M ഉണ്ണികൃഷ്ണൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹകരണത്തോടെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകൾക്കായി ബിൽഡിംഗ് റൂൾ ശില്പശാല സംഘടിപ്പിച്ചു. നവനീതം ഓഡിറ്റോറിയത്തിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാവുന്ന നിർമ്മാണ മേഖല എന്നത് ഒരു വലിയ നമ്മുടെ സാമ്പത്തിക നില, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നന്നായി കൊണ്ടുപോകുന്ന ഒരു വലിയ വ്യവസായം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ഇവിടെ നിർമ്മാണ മേഖല ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നിർമ്മാണ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അനുബന്ധ തൊഴിൽ, അത് ഒരു ഭാഗത്ത് അൺസ്കില്ലായ ആളുകളും മറുഭാഗത്ത് സ്കില്ലായിട്ടുള്ള ആളുകളുമൊക്കെ സമന്വയിച്ചുകൊണ്ട് ഒരു വലിയ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അത്തരമൊരു സംവിധാനത്തിൽ ഒരുപാട് ആളുകൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളെ പരിപോഷിപ്പിക്കുന്ന രീതിയിലാണ് നിർമ്മാണ മേഖലയുടെ പ്രവർത്തനം എന്നുള്ളത്. സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. വിജിലൻസ് ചീഫ് ടൗൺ പ്ലാനർ KV അബ്ദുൾ മാലിക് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ആതിര രവി, ചന്ദ്രബോസ്, ജിതിൻ, സുധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. പ്ലൈവുഡ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നോർത്ത് മലബാർ പ്ലൈവുഡ് ആൻഡ് ഡോർ മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണോത്തുംചാലിൽ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് MD മായിൻ മുഹമ്മദ് സമരം ഉദ്ഘാടനം ചെയ്തു. നോർത്ത് മലബാർ പ്ലൈവുഡ് ആൻഡ് ഡോർ മാനുഫാക്ചേഴ്സ് വ്യാവസായിക ഉൽപാദനത്തിന് റോ മെറ്റീരിയലായ തടിമരം കിട്ടാതെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഒരു ലൈസൻസും എടുക്കാതെ മരത്തടികൾ തോല് പൊളിച്ച് ഫയർവുഡാക്കി ഇതര സംസ്ഥാനങ്ങളിലേക്കും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്കും കടത്തുന്ന മാഫിയകളെ ഇല്ലാതാക്കണം. ജനപ്രതിനിധികളും വ്യവസായ വകുപ്പും വനം വകുപ്പും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചായത്ത് അധികൃതരുമടക്കം ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. നമുക്കറിയാം, വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് ഏകദേശം 100 വർഷമായി നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ജില്ലയുടെ നിലനിൽക്കുന്നത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, മറ്റ് രാജ്യത്തിന്റെ അകത്തേക്കും ഇതിന്റെ പ്ലൈവുഡിന്റെ ഉൽപാദനം പോകുന്നുണ്ട്.
അപ്പൊ സ്വാഭാവികമായിട്ടും കണ്ണൂർ ജില്ലയിൽ 115 പ്ലൈവുഡ് ഫാക്ടറി ഇന്ന് നിലയിലുണ്ട്. ആ 115 പ്ലൈവുഡ് ഫാക്ടറിയിൽ അടച്ചിട്ട് 85ലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 250-300ഓളം ബ്ലോക്ക് ബോർഡ് യൂണിറ്റുകൾ നമ്മുടെ ജില്ലേന്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 55,000-60,000 തൊഴിലാളികൾ കണ്ണൂർ ജില്ലേന്റെ അകത്ത് മാത്രം ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ജില്ലേന്റെ അകത്തുള്ള തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ അന്യ ദേശ തൊഴിലാളികൾ, അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇതൊക്കെ കൊണ്ട് 10-60,000 തൊഴിലാളികൾ നമ്മുടെ ജില്ലേന്റെ അകത്ത് പ്രസിഡന്റ് ടി പി നാരായണൻ, സംസ്ഥാന സെക്രട്ടറി ടി പി വാസുദേവൻ, ട്രഷറർ ബി പി ഗഫൂർ, എക്സിക്യൂട്ടീവ് അംഗം ടി വി മജീദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കുട്ടികളിലെ പഞ്ചസാരയുടെ അമിത ഉപയോഗം ഷുഗർ ബോർഡ് ജില്ലയിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സ്ഥാപിക്കാൻ പദ്ധതി. ആദ്യഘട്ടത്തിൽ 40 സ്കൂളുകളിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള ദൌത്യം ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഈ ഭാരവാഹികൾ ഏറ്റെടുത്തു. ജില്ലാതല ഉദ്ഘാടനം 18-ന് 3 മണിക്ക് കണ്ണൂർ പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കളക്ടർ അരുൺ കെ വിജയൻ നിർവഹിക്കും. ലഘുപാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് സൂചിപ്പിക്കുന്ന ഷുഗർ ബോർഡ് ജില്ലയിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സ്ഥാപിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 40 സ്കൂളുകളിൽ ബോർഡ് സ്ഥാപിക്കുന്നതിനുള്ള ദൌത്യം ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഈ ഭാരവാഹികളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. സമൂഹത്തിൽ പ്രമേഹ രോഗികളുടെ കണക്ക് 25% അടുത്തിരിക്കുകയാണ്. കൌമാരക്കാരായ സ്കൂൾ കുട്ടികൾക്കിടയിൽ പ്രമേഹ രോഗം കൂടിക്കൊണ്ടിരിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മധുരപാനീയങ്ങളുടെ അമിതമായ ഉപയോഗമാണ് കാരണം. ലഘുപാനീയങ്ങളിൽ 10 മുതൽ 15% വരെ പഞ്ചസാര കാണപ്പെടുന്നു. അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം പ്രമേഹം, പൊണ്ണത്തടി, ഹൃദയരോഗങ്ങൾ, ശാരീരിക മാനസിക പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമാകുന്നുണ്ട്. ഒരു ദിവസം ഒരാളുടെ ശരീരത്തിന് ആവശ്യമുണ്ട് 25 ഗ്രാം ഷുഗർ മാത്രമേ ആവശ്യമുള്ളൂ. അത് നമ്മുടെ 2 നേരത്തെ ചായയിലൂടെ അത് നമ്മുടെ ശരീരത്തിലേക്ക് വരും. അതിൻ്റെ കൂടുതൽ നമ്മൾ കഴിക്കുന്നതെല്ലാം നമുക്ക് അമിതമാണ് സംഭവം. അപ്പോൾ കുട്ടികൾ ഇത് അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ കൂടുതൽ പേരൻസ് അതിനെപ്പറ്റി ഒരു ബോധമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കുന്നത് കൊണ്ടും കുട്ടികൾ ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ ഇത് വല്ലാതെ കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. ഇതെന്ന് വെച്ചാൽ അപ് ടു 10th വരെ കുറച്ചൊക്കെ കൺട്രോളിലായിരിക്കും കുട്ടികൾ പേരൻസിൻ്റെ. 10th കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, പണ്ടത്തെ നമ്മൾക്ക് പ്രീ ഡിഗ്രിയും ഇപ്പോഴുള്ള +1 +2 എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പോക്കറ്റ് മണി വരും. അതേ ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ നേരെ നിയർ ബൈ ഒരു ഔട്ട്ലെറ്റിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോകും ഉടനടി കഴിക്കാൻ. നമ്മളൊക്കെ കഴിക്കുമ്പോൾ ചായയും മറ്റേതൊക്കെ ആണെങ്കിൽ അവർ കഴിക്കുക ഈ ഇങ്ങനെയുള്ള പെപ്സി, മിറിൻഡ, അതുപോലെ തന്നെ കൊക്കക്കോള ഇങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സാണ് കഴിക്കുക. അതിൽ അടങ്ങിയിരിക്കുന്ന ഷുഗറിനെ പറ്റിയിട്ടാണ് ഒരു ബോധം കൊടുക്കുക. തിങ്ക് ബിഫോർ യു ഡ്രിങ്ക് എന്നുള്ള ഒരു ബോർഡിൻ്റെ മേലെ ഇങ്ങനെ കാണാം. അതിന് ഈ എല്ലാ ഒറിജിനൽ എംറ്റി ക്യാനാണ് ഉണ്ടാവുക. അതിൽ ആ ക്യാൻ വെച്ചിട്ട് അതിനകത്തുള്ള ഇത്ര സ്പൂൺ ഷുഗർ ഉണ്ടെന്ന് കാണിക്കുന്നുള്ള ഒരു ഇതാണ്. പിന്നെ അതിൽ തന്നെ ICMR പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം ഇത്ര % ആൾക്കാർക്ക്, കേരളത്തിലെ പോപ്പുലേഷൻ ഇത്ര % ആൾക്കാർ ഡയബറ്റിക് ആണ്, അതുപോലെ 8.1% കൗമാരപ്രായക്കാർക്കിടയിലാണെന്നുള്ള ആ ബോർഡിൻ്റെ ആ ഡിസ്പ്ലേയിലെല്ലാം ഉണ്ട് സംഗതി. വാർത്താ സമ്മേളനത്തിൽ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ KK ശെൽവരാജ്, ഷാജി ജോസഫ്, M വിനോദ് കുമാർ, വിനോദ് ഭട്ടതിരിപ്പാട്, KPT ജലീൽ എന്നിവരും പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യത്തിൽ നിന്ന് കൈയിട്ട് വാരുന്ന അഴിമതിക്കാരാണ് കോർപ്പറേഷൻ ഭരിക്കുന്നതെന്ന് MV ജയരാജൻ. ചേലോറ ഇതിന് ഉത്തമ ഉദാഹരണം. പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയില്ല. നടക്കുന്നത് അതീവ ഗുരുതര ക്രമക്കേടെന്നും ജയരാജൻ. പാതിവില തട്ടിപ്പ്, സംഘടനയില്ലാതെ കരുത്തുകാട്ടി ഇരകൾ. കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് നിരവധി വനിതകൾ. പ്രൊമോട്ടർമാർക്കെതിരെ കേസെടുക്കുന്നില്ലെന്ന് ആരോപണം. ക്ഷേമനിധി കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണം. സമരപരിപാടികളുമായി മുന്നോട്ട് എന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ. തീരുമാനം ജില്ലാ നേതൃയോഗത്തിൽ. സംസ്ഥാന ബജറ്റിലും കടുത്ത അവഗണനയെന്ന് ദിനേശ് മണി.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക് പാതിവില തട്ടിപ്പിനിരയായ സ്ത്രീകളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കണ്ണൂരിലെ മുഖ്യപ്രതികൾക്കെതിരെ കേസെടുക്കുക, അവരെ സംരക്ഷിക്കുന്ന പോലീസ് നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. രാവിലെ സ്റ്റേഡിയം കോർണറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിനടുത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണ ടി പ്രേമജ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് നേരെ വന്നാൽ ബ്രഹ്മാവിന് പോലും തടുക്കാനാവില്ലെന്ന് സ്കൂട്ടർ തട്ടിപ്പിനിരയായ ടി പ്രേമജ. മുഖ്യപ്രതിയായ പ്രൊമോട്ടർ മോഹനനെയും മറ്റു പ്രൊമോട്ടർമാരെയും സംരക്ഷിക്കുന്ന പോലീസ് നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തട്ടിപ്പിനിരയായവരുടെ കൂട്ടായ്മ കണ്ണൂർ സീഡ് വുമൺ ഓൺ ഫയർ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രേമജ. ആദ്യം അടികൊടുക്കേണ്ടത് തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത രാജാമണിക്കാണ്. പണം തിരിച്ചു ലഭിക്കാതെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും വോട്ട് ചെയ്യില്ലെന്നും എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു. പെണ്ണുങ്ങളെ പറ്റിച്ചതിന് പാവം പറ്റിച്ച പെണ്ണുങ്ങൾക്ക് ഒരു പാഠം ഈ നാട്ടുകാർക്ക് നമ്മുടെ അഴീക്കോടുകാർക്ക് ഒരു പാഠം പഠിപ്പിച്ചോളൂ. അഴീക്കോടില്ല, കണ്ണൂര് മൊത്തം നമ്മൾ പെണ്ണുങ്ങളെ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകുന്ന അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലാണ് നമ്മളുള്ളത്. എന്ത് തന്നെയായാലും നമ്മൾ വിട്ടുകൊടുക്കൂല. നമ്മളെ പൈസ കിട്ടിയേ പറ്റൂ, അതിലൊരു മാറ്റൂല. സ്ത്രീകളോട് കളിച്ചാൽ എങ്ങനെയുണ്ടാവുന്ന കളി പഠിപ്പിച്ചിട്ടേ നമ്മൾ നടക്കുന്നു, അതിലൊരു മാറ്റൂല. തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത പ്രൊമോട്ടർമാരുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകളുമായാണ് ജില്ലയിലെ നൂറുകണക്കിന് സ്ത്രീകൾ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നിന്ന് പ്രതിഷേധവുമായി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ അനില തമ്പുരാൻ കണ്ടി, സെലിൻ NJ, സിന്ധു K, സൗമ്യ KV, ആര്യ TK, നഫീല AP, ഇബ്രീസ P തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കോർപ്സ് ഓഫ് സിഗ്നൽസ് 115ാം വാർഷികവും കണ്ണൂർ സിഗ്നൽസിന്റെ 12ാമത് കുടുംബസംഗമവും നടന്നു. കണ്ണൂർ ശിക്ഷക് സദനിൽ നടന്ന പരിപാടി റിട്ടയർഡ് ഹോണററി ക്യാപ്റ്റൻ M. വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യമെന്ന് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയും ലോകത്തിലെ 3ാമത്തെ സൈനിക ശക്തിയും മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെയും കൂടി പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്നതിന്റെ തെളിവും ഉത്തമ ദൃഷ്ടാന്തവുമാണ്. കാരണം രാജ്യത്തിന്റെ വികസന പാതയിൽ നാം എന്തു നൽകി എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ നമുക്ക് പറയാനുള്ളൂ. നമ്മുടെ ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയും, എന്റെ യൗവനം ഞാൻ എന്റെ രാജ്യത്തിന് സമർപ്പിച്ചു. ഈ ഭൂമിയിൽ മറ്റാർക്കും പറയാനാവാത്ത ഒരു ചരിത്രത്തിന്റെ ഭാഗമായവനാണ് ഞാൻ. ആർക്ക് പറയാൻ പറ്റും എന്റെ യൗവനം ഞാൻ എന്റെ രാജ്യത്തിന് സമർപ്പിച്ചു എന്ന്? ആ മഹത്തരമായ സേവനം ചെയ്ത എന്റെ പൂർവികർക്കും പൂർവ്വ സൈനികർക്കും മുന്നിൽ ഈ അവസരത്തിൽ നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി നിങ്ങളുടെ 12ാം കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തതായി ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. കണ്ണൂർ സിഗ്നൽസ് പ്രസിഡന്റ് B. ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. C. സുരേന്ദ്രൻ, TP നിഷിത്ത്, CK മോഹനൻ, നിഷ മണിലാൽ, TC രാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുറുവ UP സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള കായിക മത്സരങ്ങൾക്ക് തുടക്കം. ഇന്ത്യൻ ടീമിനെയും കേരള പോലീസ് ടീമിനെയും നയിച്ച സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി മൃദുലാനന്ദ് കായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് പതാക ഉയർത്തി. വിവിധ ക്ലാസ്സിലെ ലീഡർമാരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ മാർച്ച് പാസ്റ്റും നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ TK പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ KK രാജീവ്, PTA പ്രസിഡന്റ് അരുണെ, മാനേജർ കോറോത്ത് പ്രകാശൻ, വികസന സമിതി വർക്കിംഗ് ചെയർമാൻ K. പവിത്രൻ, മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി KC ചന്ദ്രൻ, പൂർവ്വ അധ്യാപിക P. ജയലക്ഷ്മി, സ്കൂൾ ലീഡർ ആയിഷ ഹംന എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി K. മുകേഷ് സ്വാഗതവും SRG കൺവീനർ CC സവിത നന്ദിയും പറഞ്ഞു. തുടർന്ന് LKG മുതലുള്ള കുട്ടികളുടെ കായിക മത്സരങ്ങൾ നടന്നു. രക്ഷിതാക്കൾക്കും കായിക മത്സരങ്ങൾ ഉണ്ടായിരുന്നു. കുടിശ്ശികയായി കിടക്കുന്ന ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അടുത്ത മാസം ആദ്യവാരം കളക്ടറേറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്താൻ തീരുമാനിച്ചതായി ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ നേതൃയോഗം DCC ഓഫീസിൽ ചേർന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് UV ദിനേശ് മണി ഉദ്ഘാടനം ചെയ്തു. 1000 കോടിയിലധികം രൂപ ഗവൺമെന്റ് കൈവശം ഇപ്പോൾ അധികമായി വന്നിട്ടുണ്ട്. ഈ ഗവൺമെന്റ് 1000 കോടി രൂപ നേരത്തെ ഭൂനികുതിയിൽ നിന്നും അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കിട്ടാത്ത ഒരു വരുമാനത്തിലേക്ക് 1000 കോടി രൂപയോളം അധികം ലഭ്യമായിട്ട് കൂടി ഒരു 500
120 കോടി രൂപ കൂടി നമ്മുടെ കർഷക തൊഴിലാളി ക്ഷേമനിധിക്ക് അനുവദിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും. എന്നാൽ ഗവൺമെന്റ് ആ തുക അനുവദിച്ചിട്ടില്ല. അതാണ് ബജറ്റിന് മുമ്പേ നമ്മൾ ധനകാര്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ഈ രണ്ട് മേഖലയിലൂടെ സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിലേക്ക് റവന്യൂവിലേക്ക് ഇത്രയും തുക വന്ന സ്ഥിതിക്ക് നിങ്ങൾ ഒരു 500 കോടി രൂപ കർഷക തൊഴിലാളി ക്ഷേമനിധിക്ക് അധികമായി അല്ലെങ്കിൽ അനുവദിക്കണം, ഈ ബജറ്റിൽ നീക്കിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഒരു നയാ പൈസ ഗവൺമെന്റ് നീക്കിവെച്ചിട്ടില്ല. നമ്മുടെ പെൻഷൻ ഒരു നയാ പൈസ വർദ്ധിപ്പിച്ചിട്ടില്ല. കാരണം ഇപ്പോഴും 1600 രൂപ എന്ന പെൻഷൻ നിൽക്കുകയാണ്. ആ പെൻഷൻ തന്നെ ഉപാധി വെച്ച് എങ്ങനെ തടയാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ സംസ്ഥാന ബജറ്റ് കർഷക തൊഴിലാളികളെ പാടെ വഞ്ചിച്ചു എന്ന് ദിനേശ് മണി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് വള്ളിയിൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. NP ശ്രീധരൻ, PP കൃഷ്ണൻ, KP വസന്ത, C വിജയൻ, കുഞ്ഞിമ്മൽ രാജൻ, വാഴയിൽ പ്രകാശൻ, K നാരായണൻ, E ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടന്നു. ഹോട്ടൽ റോയൽ ഒമേഴ്സിൽ ചേർന്ന സമ്മേളനം സ്റ്റേറ്റ് സെക്രട്ടറി BM സിറാജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AC മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നിസാർ തലശ്ശേരി, ഉമയാർ പാദം തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സംഘടനയുടെ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. കണ്ണൂർ വേവ്സിന്റെ ആഭിമുഖ്യത്തിൽ നീലാംബരി മ്യൂസിക് ക്ലബിന്റെ ഉദ്ഘാടനവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് Dr. K ജയകുമാർ IASനും വ്യവസായ ബഹുമുഖ പ്രതിഭ Dr. CV രവീന്ദ്രനാഥിനുള്ള ആദരവും താണ സാധു കല്യാണ മണ്ഡപത്തിൽ നടന്നു. എനിക്ക് വളരെ ഹൃദ്യമായി തോന്നിയ കാര്യങ്ങളുമാണ്. എന്നെപ്പറ്റി പ്രശംസിച്ചതുകൊണ്ടല്ല ഹൃദ്യമായത്, അത് അദ്ദേഹം പ്രശംസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹപ്രകടനമാണെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. എന്നെയൊക്കെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് സങ്കടമില്ല. കാരണം ചില ആളുകൾ അങ്ങനെയാണ്. ചില വ്യക്തികൾ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പരുഷ പദങ്ങളിലൂടെ ആയിരിക്കും. പാരുഷ്യമാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹപ്രകടനത്തിൻ്റെ മുഖമുദ്ര. അദ്ദേഹം ആരോടെങ്കിലും പരുഷമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഐ ലവ് യു എന്നാണ് അർത്ഥം. ഡോക്ടർ K ജയകുമാറിനെ ടി പത്മനാഭൻ ആദരിച്ചു. വ്യവസായ ബഹുമുഖ പ്രതിഭ ഡോക്ടർ CV രവീന്ദ്രനാഥിന് സാങ്കേതിക കാരണത്താൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിനാൽ മകൾ സനിത രവീന്ദ്രനാഥ് ഏറ്റുവാങ്ങി. ടി പത്മനാഭൻ പ്രശസ്ത ഗായകൻ VT മുരളി, പ്രോഗ്രാം സ്പോൺസറായ സ്പർശ ഗോൾഡിന്റെ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയ കൃഷ്ണപ്രസാദ്, കുച്ചിപ്പുടി അവതരിപ്പിച്ച കലാതിലകം ശ്രീഗംഗ, നീലാംബരി എന്ന പേര് നൽകിയ ജീജ രമേശ്, വേദിയെ വാക്ചാതുര്യം കൊണ്ട് ഭംഗിയാക്കിയ സ്വർണ എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി. രണ്ട് മഹത് വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇന്ന് എനിക്ക് നിർവഹിക്കാനുള്ളത്. ആദ്യമായി ജയകുമാർ. അദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ കുറച്ചൊന്നുമല്ല ഉള്ളത്. നമ്മൾ സാധാരണയായി പറയാറുള്ള ഒരു പദപ്രയോഗമുണ്ട്. പറഞ്ഞ് ആ പ്രയോഗത്തിൻ്റെ ശോഭ മുഴുവൻ കെട്ടിരിക്കുന്നു. ഒരു ക്ലിഷയായിരിക്കുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കുക. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഒരിക്കലും അത് ക്ലിഷേ ആവുകയില്ല. തൊട്ടതെല്ലാം അദ്ദേഹം പൊന്നാക്കിയിരിക്കുന്നു. അതിൽ അത്ഭുതപ്പെടാനില്ല. മഹാനായ ഒരു പിതാവിൻ്റെ മഹാനായ ഒരു പുത്രനാണ് അദ്ദേഹം. തുടർന്ന് രാഘവൻ മാസ്റ്ററുടെ ഓർമ്മകൾ പുതുക്കി അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കോർത്തിണക്കി രാഘവഗീതങ്ങൾ VT മുരളിയും സംഘവും നടത്തിയ സംഗീത സന്ധ്യ ചടങ്ങിനെ മനോഹരമാക്കി. ചടങ്ങിൽ O ജയരാജൻ സ്വാഗതവും KP ശ്രീശൻ അധ്യക്ഷതയും ബാലകൃഷ്ണൻ കൊയ്യാൽ നന്ദിയും പറഞ്ഞു. നിഴലിൻ്റെ മടിയിൽ ഞാനൊരു നാൾ തളർന്നു വീഴും. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യത്തിൽ നിന്ന് കൈയിട്ട് വാരുന്ന അഴിമതിക്കാരാണ് കോർപ്പറേഷൻ ഭരിക്കുന്നതെന്ന് MV ജയരാജൻ. ചേലോറ ഇതിന് ഉത്തമ ഉദാഹരണം. പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയില്ല. നടക്കുന്നത് അതീവ ഗുരുതര ക്രമക്കേടെന്നും ജയരാജൻ.
പാതിവില തട്ടിപ്പ് സംഘടനയില്ലാതെ കരുത്തുകാട്ടി ഇരകൾ. കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് നിരവധി വനിതകൾ. പ്രൊമോട്ടർമാർക്കെതിരെ കേസെടുക്കുന്നില്ലെന്ന് ആരോപണം. ക്ഷേമനിധി കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണം. സമരപരിപാടികളുമായി മുന്നോട്ട് എന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ. തീരുമാനം ജില്ലാ നേതൃയോഗത്തിൽ. സംസ്ഥാന ബജറ്റിലും കടുത്ത അവഗണനയെന്ന് ദിനേശ് മണി. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് അത്യാധുനിക ചികിത്സാ രീതിയിലൂടെ വീണ്ടും ചരിത്രം കുറിച്ച് കിംസ് ശ്രീചന്ദ് ആശുപത്രി. 69 വയസ്സുള്ള രോഗിക്ക് ട്രാൻസ് കത്തീറ്റർ മിട്രൽ വാൽവ് റീപ്ലേസ്മെന്റ് വിജയകരമായി നടത്തിയാണ് പുതിയ നേട്ടം കൈവരിച്ചത്. മുൻപ് 2 ഹൃദയ ശസ്ത്രക്രിയകൾ കഴിഞ്ഞിട്ടുള്ള രോഗിക്ക് TMVR വഴിയാണ് പൊതുജീവൻ നൽകിയത്. രക്തം ശരിയായി ഒഴുകാതെ ബുദ്ധിമുട്ടിയതിനാൽ 2003 മിട്രൽ വാൾവ് റിപ്പയറും 2015 ബയോളജിക്കൽ വാൾവ് ഉപയോഗിച്ച് മിട്രൽ വാൾവ് മാറ്റിവെക്കലും കഴിഞ്ഞ രോഗിക്ക് പിന്നീട് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രോസ്തറ്റിക് വാൾവിന്റെ പ്രവർത്തനം തകരാറിലായതായി കണ്ടെത്തി. വീണ്ടും തുറന്ന ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നത് രോഗിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് വളരെ അപകടകരമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് TMVR എന്ന അത്യാധുനിക രീതിയിലുള്ള വാൾവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയി. ഇപ്പോൾ ഈ ബയോപ്ലാസ്റ്റിക് വാൽവ് സാധാരണ 10-15 ചിലർക്ക് 20 വർഷം വരെയൊക്കെ ലൈഫ് കിട്ടും. ചിലർക്ക് കുറച്ച് ചെറിയ കാലങ്ങളിൽ അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ ടിഷ്യൂവിന് ഡാമേജ് വരും. അങ്ങനെയാണ് ഇപ്പോൾ ഇപ്രാവശ്യം അങ്ങേർക്ക് സ്ലോ ആയിട്ട് അത് ഡാമേജ് വന്ന് വാൽവിൻ്റെ പ്രവർത്തനം കുറഞ്ഞു. അപ്പോൾ വാൽവ് എന്തായാലും മാറ്റിവെക്കണം എന്നുള്ള അവസ്ഥയാണ്. അപ്പം മാറ്റിവെക്കൽ 2 ഓപ്ഷനാണ്. ഒന്ന്, വീണ്ടും ചെസ്റ്റ് ഹൃദയം തുറന്നിട്ട് മാറ്റിവെക്കുക. രണ്ടാമത്, തുറക്കാതെ ഈ കത്തീറ്റർ വഴി നമ്മുടെ കാലിലെ തുടയിലെ വെയിൻ വഴി ഒരു ട്യൂബ് എടുത്തിയ ട്യൂബിലൂടെ വാൽവ് കൊണ്ടുപോയിട്ട് അത് അവിടെ പഴയ വാൽവിൻ്റെ ഉള്ളിൽ വെച്ച് വികസിപ്പിക്കുക. അപ്പോൾ അതാണ് ഈ ട്രാൻസ് കത്തീറ്റർ മൈട്രൽ വാൽവ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഓപ്ഷനും കൊടുത്തു. പിന്നെ അങ്ങനെ കുറച്ച് ശരീരമൊക്കെ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്, 69 വയസ്സായിപ്പോൾ. പിന്നെ ഈ രോഗം മൂന്നാമതൊരു ഓപ്പൺ ഹാർട്ട് സർജറി ആയപ്പോഴും, രണ്ടാമത്തെ ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ കുറച്ച് റിസ്ക്കാണ്. മൂന്നാമത് പറയുമ്പോൾ കുറച്ചുകൂടെ റിസ്ക്കാണ്. ഈ ഹാർട്ടിൻ്റെ കവറിങ്ങും ബോണൊക്കെ കൂടെ കുറേ അറ്റാച്ച്ഡ് ഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അപ്പം പൊതുവെ അത് ഹീലിങ്ങിൻ്റെ ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അവർ അതിന് കുറച്ച് സാമ്പത്തിക വശം നോക്കിയാൽ മറ്റ് ഓപ്പൺ സർജറികളും കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. ഈ വാൽവ് കോസ്റ്റ്ലിയാണ്, അതുകൊണ്ടാണ്. തുറന്ന ശസ്ത്രക്രിയയല്ലാതെ തുടയുടെ ഭാഗത്തുള്ള ഞരമ്പിലൂടെ ഫെമറൽ വെയിൻ കത്തീറ്റർ ഉപയോഗിച്ച് വാൽവ് മാറ്റിവെക്കുന്ന സങ്കീർണമായ ചികിത്സാ രീതിയാണ് TMVR. വളരെ കുറച്ച് സെന്ററുകളിൽ മാത്രം ലഭ്യമാവുന്ന അത്യാധുനിക ചികിത്സ കൂടിയാണിത്. ഹൃദയത്തിൽ 4 വാൾവുകൾ ഉണ്ട്. ഓരോ വാൽവിനും രക്തം ഒരു ദിശയിലേക്ക് മാത്രം ഒഴുകാൻ സഹായിക്കുന്ന ഒരു വാതിലിന്റെ ധർമ്മമാണ് ഉള്ളത്. മിട്രൽ വാൾവ് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ വാൽവിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ രക്തം ശരിയായി ഒഴുകില്ല. ഇത് പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കും. TMVR ചികിത്സയിൽ തകരാറിലായ വാൽവിന്റെ സ്ഥാനത്ത് പുതിയ വാൽവ് സ്ഥാപിക്കുന്നു. കിംസ് ശ്രീചന്ദ് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അതീവ ശ്രദ്ധയോടെയും വൈദഗ്ധ്യത്തോടെയും ശസ്ത്രക്രിയ പൂർത്തിയാക്കി. രോഗി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ രോഗിയെ വാർഡിലേക്ക് മാറ്റുകയും സാധാരണ പോലെ നടക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നത് TMVR ചികിത്സയുടെ വിജയത്തെ എടുത്തു കാണിക്കുന്നു. വെറും 6 മണിക്കൂറിന് ശേഷം സാധാരണ ഭക്ഷണം കഴിച്ചു തുടങ്ങിയ രോഗി 48 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാനാണ് പദ്ധതി.
TMVR രീതിയിലുള്ള ചികിത്സയുടെ ഈ അതിവേഗ രോഗമുക്തി ആരോഗ്യരംഗത്ത് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നു. വാർത്താ സമ്മേളനത്തിൽ മെഡിക്കൽ ഡയറക്ടർ ആൻഡ് ചീഫ് ഓഫ് ഇന്റർവെൻഷണൽ കാർഡിയോളജി ഡോക്ടർ രവീന്ദ്രൻ, ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ റയാൻ, കാർഡിയാക് അനസ്തേഷ്യ മേധാവി ഡോക്ടർ സന്ദീപ്, CEO കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ കണ്ണൂർ ഡോക്ടർ ദിൽഷാദ് TP തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അധിനിവേശത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായ കണ്ണൂരിന്റെ സമ്പന്നമായ പോരാട്ട ചരിത്രത്തിന്റെ വേരുകൾ തേടി വിദ്യാർത്ഥികളുടെ പൈതൃക യാത്ര. നാടിനെ അറിയാനും നാടിന്റെ ചരിത്രം മനസ്സിലാക്കാനുമായി നടത്തിയ യാത്ര വിദ്യാർത്ഥികൾക്ക് ഗതകാല ചരിത്രത്തിലേക്ക് വാതിൽ തുറന്നു. ഖിദ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ വിഭാഗമായ ഇൻസ്പയർ നടത്തിയ ഹെറിറ്റേജ് വാക്കിൽ അണിചേർന്ന മേഘാലയ ചീഫ് സെക്രട്ടറി ഷഖീൽ അഹമ്മദ് IAS പഴയകാല ചരിത്രം ഓർമ്മിപ്പിച്ചു. എന്റെ ഭാര്യയുടെ നടുവിലകത്ത് സാഹിബിന്റെ കാരണവരായിട്ട് വരും. എടപ്പാത്ത് അബ്ദുൽ ഖാദർ കുട്ടി എന്ന് പറഞ്ഞാല് അറക്കല വസീറെ അവല പ്രധാനമന്ത്രിയാണ്, മുഖ്യ ജസ്റ്റിസുമാണ്. അന്ന് തീർപ്പ് കൽപ്പിക്കലൊന്നും ജൂറിസ്പ്രുഡൻസ് അല്ല, ഖുറാന്റെ ഇത് വെച്ചിട്ടാണ്. അദ്ദേഹം 9 ഭാഷ സംസാരിക്കുന്നു: ടർക്കിഷ്, ഫാർസി, ഉറുദു, ഹിന്ദി, ബംഗാളി, മലയാളം. അന്ന് നമ്മുടെ ഉപ്പാപ്പാന്റെ ഒക്കെ അന്ന് നമ്മൾ 5ാം തലമുറ വെച്ചൊക്കെ നമ്മളൊക്കെ മരല്ലേ, നമുക്ക് 4 ഭാഷ പോലും അറിയില്ല. അപ്പൊ അന്നത്തെ ആൾക്കാർ ഹജ്ജിന് നടന്നു പോയിട്ട് ആലോചിക്കും. നമുക്കിപ്പോ താവക്കരയിലേക്ക് നടക്കുന്ന മനക്കാരും കോൺസ്റ്റിറ്റ്യൂട്ട് പോകുന്നത് അല്ലേ. ഒരു ഹജ്ജ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന അറിയില്ല. അതുകൊണ്ട് ഹജ്ജിന് മുമ്പ് കടങ്ങളൊക്കെ തീർത്ത് എല്ലാം പറഞ്ഞു പോകും. യാത്ര എന്ന് പറയുന്നത് ശരിക്കും പുതിയ അറിവാണ്. ഒരു 100 പുസ്തകം വായിച്ച അറിവ് നല്ല യാത്രക്ക് തരാൻ പറ്റില്ലേ. ഇൻസ്പയറിന്റെ 2-3 ബാച്ചിലെ 50ഓളം കുട്ടികൾ ഹെറിറ്റേജ് വാക്കിൽ പങ്കെടുത്തു. ടെക്നോളജി മിഴിചിമ്മും വേഗത്തിൽ വികസിക്കുന്ന കാലത്ത് ജീവിക്കുന്നവർ 2 തലമുറയ്ക്ക് അപ്പുറത്തുള്ളവരെ പോലും അറിയാത്തവരായി മാറുകയാണെന്ന് ഷഖീൽ അഹമ്മദ് അഭിപ്രായപ്പെട്ടു. മാതാവിൻ്റെയും പിതാവിൻ്റെയും 6 തലമുറകളുടെയെങ്കിലും പേരുകൾ കുട്ടികൾ മനസ്സിലാക്കി വെക്കണം. തലമുറകളെയും കുടുംബവേരുകളെയും കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അപരിചിതരെന്ന് തോന്നുന്ന പലരും പരിചിതരായി മാറുമെന്ന് അദ്ദേഹം ഉപദേശിച്ചു. അറക്കൽ മ്യൂസിയം, സെയിന്റ് ആഞ്ചലോ ഫോർട്ട്, മാപ്പിള ബേ എന്നിവിടങ്ങളിലൂടെയുള്ള യാത്ര കണ്ണൂർ സിറ്റി ഹെറിറ്റേജ് ഫൗണ്ടേഷൻ മേധാവി ശിഹാദ് സലാം നിർവഹിച്ചു. അറക്കൽ രാജവംശത്തെക്കുറിച്ചുള്ള പഠനത്തിന് PhD നേടിയ കൃഷ്ണമേനോൻ മെമ്മോറിയൽ വിമൻസ് കോളേജ് അധ്യാപകൻ ഡോക്ടർ OK സിറാജ് ഹെറിറ്റേജ് വാക്ക് ഉദ്ഘാടനം ചെയ്തു. നടക്കുക എന്നത് ക്രിയാത്മക പ്രവൃത്തിയാണ്. മനസ്സും ശരീരവും ലോകവും ലയിച്ചു ചേരുന്ന പ്രവൃത്തിയാണ് നടത്തമെന്നാണ് നീഷെ പറഞ്ഞത്. പൈതൃക നടത്തമെന്നത് വേരുകളിലേക്കുള്ള തിരിച്ചു നടത്തവും സ്വയം അറിയാനുള്ള സഞ്ചാരവുമാണ് ഡോക്ടർ സിറാജ് പറഞ്ഞു. ദീനുൽ ഇസ്ലാം സഭ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചരിത്രാധ്യാപകൻ നൌഷാദ് പൂതപ്പാറ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇൻസ്പയർ കൺവീനർ KM സാബിറ ടീച്ചർ, ഖിദ്മ ട്രഷറർ BP ആഷിഖ്, ഇൻസ്പയർ പ്രവർത്തകരായ റഹീസ് T, സാലിം, അഷ്റഫ് മാസ്റ്റർ, ഹാജറ ടീച്ചർ, ഷാഹിന ടീച്ചർ, സമീറ ടീച്ചർ, ഷമീന BT, സഖലൂൻ, ഷജീന ഫൈസൽ, ഷഹന, സിറാജ്, ആഷിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്വിസ് മത്സരത്തിൽ സമ്മാനം നേടിയ ഷിസാസ് ഷഫീഖ്, മിൻഹ EV, ഫിൽസ ഫാത്തിമ, ഫാത്തിമ KR, ഫാത്തിമ അർവ റയീസ്, ഹാദി എന്നിവർ ഷഖീൽ അഹമ്മദ് IASൽ നിന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. ചാൽബീച്ച് കടലാമ സംരക്ഷണ കേന്ദ്രത്തിൽ വിരിഞ്ഞ ഈ വർഷത്തെ ആദ്യ ബാച്ച് ഒലിവർ റെഡ്ലി ഇനത്തിൽപ്പെട്ട കടലാമ കുഞ്ഞുങ്ങളെ കടലിലിറക്കി കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ കണ്ണൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ K മധുവിന്റെ നേതൃത്വത്തിൽ. കടലാമ സംരക്ഷണ കേന്ദ്രം കോർഡിനേറ്റർ സുനിൽ അരിപ്പ, സംരക്ഷണ കേന്ദ്രം പ്രവർത്തകൻ ഷിജിൽ കോട്ടായി, പങ്കാളിത്ത ഹരിത സമിതി, ചാൽബീച്ച് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് ആമയെ കടലിലേക്ക് വിട്ടത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് പ്രകാരം ഒലിവ് റെഡ്ലിയെ ദുർബലമായി തരംതിരിച്ചിട്ടുണ്ട്. ഒലിവ് റെഡ്ലി തൊലികളുടെ വലിയ തോതിലുള്ള വാണിജ്യ ചൂഷണവും വ്യാപാരവും തടയുന്നതിനാണ് ഈ പട്ടിക തയ്യാറാക്കിയത്. ദേശാടന ജീവിവർഗ്ഗങ്ങളെക്കുറിച്ചുള്ള കൺവെൻഷനും സംരക്ഷണത്തിനുമുള്ള ഇന്റർ അമേരിക്കൻ കൺവെൻഷനും ഒലിവ് റെഡ്ലികൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. ഇത് ഈ കടലാമയുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും കാരണവുമായി. ചാൽബീച്ച് കടലാമ സംരക്ഷണത്തിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ കണ്ണൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മധുവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് കടലിലേക്ക് ഇറക്കിവിട്ടത്. ഇതിലൂടെ അതിജീവനത്തിന്റെയും സഹജീവികളോടുള്ള കരുണയുടെയും പുതിയൊരു പാഠമാണ് കുട്ടികൾ ഹൃദിസ്ഥമാക്കിയത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അരനൂറ്റാണ്ടിന്റെ ഓർമ്മകളുമായി ഒരു യാത്ര. പാനൂർ ഉപജില്ലയിലെ കടവത്തൂർ വെസ്റ്റ് UP സ്കൂളിൽ 1972-79 കാലഘട്ടത്തിൽ പഠിച്ചവരാണ് ഈ അപൂർവ യാത്ര സംഘടിപ്പിച്ചത്. പ്രായാധിക്യം പോലും വകവയ്ക്കാതെ 3ാമത്തെ തവണയാണ് ഈ കൂട്ടായ്മ യാത്ര നടത്തുന്നത്. അരനൂറ്റാണ്ടിന് മുമ്പ് ഒരേ വിദ്യാലയത്തിൽ പഠിച്ചവർ വീണ്ടും ഒത്തുകൂടുകയും പ്രായാധിക്യം പോലും വകവെക്കാതെ വിനോദയാത്ര നടത്തിയത് വേറിട്ടൊരനുഭവമായി. പാനൂർ ഉപജില്ലയിലെ കടവത്തൂർ വെസ്റ്റ് UP സ്കൂളിൽ 1972-79 കാലഘട്ടത്തിൽ
വിദ്യാലയത്തിൽ പഠിച്ചവരാണ് ഈ അപൂർവ യാത്ര സംഘടിപ്പിച്ചത്. 60 വയസ്സിനോടടുത്തവരാണ് ഭൂരിഭാഗം പേരും. ബാച്ച് സംഗമത്തിന് ശേഷം 3ാമത്തെ തവണയാണ് യാത്ര നടത്തുന്നത്. അകലാപ്പുഴ ബോട്ടിംഗ്, ബേപ്പൂർ, ചാലിയം, കോഴിക്കോട് ബീച്ച് എന്നിവയാണ് ഇത്തവണ തെരഞ്ഞെടുത്തത്. വയനാട്ടിലും കുടകിലുമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ യാത്ര ചെയ്തത്. ഓലമേഞ്ഞ ഷെഡിൽ പഠിച്ചവർ അരനൂറ്റാണ്ടിന്റെ ഓർമ്മകൾ പങ്കുവെച്ചും ആശംസകൾ അർപ്പിച്ചും കഥകൾ പറഞ്ഞും ഗൃഹാതുര സ്മരണകൾ അയവിറക്കി. അകാലത്തിൽ പൊലിഞ്ഞുപോയ സഹപാഠികളെ സ്മരിച്ചും രോഗികളായവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുമാണ് യാത്ര ആരംഭിച്ചത്. ഡോക്ടർ അബൂബക്കർ കടവത്തൂർ, NK അഹമ്മദ് മദനി, AK മുസ്തഫ, CH ഇസ്മയിൽ ഫാറൂഖി, സലാം പുനത്തുമ്മൽ, MK ഇസ്മയിൽ, KK മുഹമ്മദ് അലി, T അഷ്റഫ് മാസ്റ്റർ, EK ഇസ്മയിൽ, തൊടുവയൽ മുഹമ്മദ്, KK മറിയം അൻവാരിയ, അഫിയ ഷറിൻ എന്നിവർ യാത്രക്ക് നേതൃത്വം നൽകി. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവർ, വ്യവസായ പ്രമുഖർ, പ്രവാസികൾ, വീട്ടമ്മമാർ എന്നിവരും അവരുടെ ഇണകളും ഉൾപ്പെടെ 40ഓളം പേർ യാത്രയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണ്ണവെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7940, പവന് 63,520 രൂപ, വെള്ളി 108 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാലിന്യത്തിൽ നിന്ന് കൈയിട്ട് വാരുന്ന അഴിമതിക്കാരാണ് കോർപ്പറേഷൻ ഭരിക്കുന്നതെന്ന് MV ജയരാജൻ. ചേലോറ ഇതിന് ഉത്തമ ഉദാഹരണം. പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയില്ല. നടക്കുന്നത് അതീവ ഗുരുതര ക്രമക്കേടെന്നും ജയരാജൻ. പാതിവില തട്ടിപ്പ് സംഘടനയില്ലാതെ കരുത്ത് കാട്ടി ഇരകൾ. കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് നിരവധി വനിതകൾ. പ്രൊമോട്ടർമാർക്കെതിരെ കേസെടുക്കുന്നില്ലെന്ന് ആരോപണം. ക്ഷേമനിധി കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണം. സമരപരിപാടികളുമായി മുന്നോട്ട് എന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ. തീരുമാനം ജില്ലാ നേതൃയോഗത്തിൽ. സംസ്ഥാന ബജറ്റിലും കടുത്ത അവഗണനയെന്ന് ദിനേശ് മണി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.